നമസ്കാരം. ലോകം മുഴുവൻ നെഞ്ചിലേറ്റിയ വ്യക്തിത്വമായിരുന്നു ഡയാന രാജകുമാരി. ഡയാന ഓർമ്മയായിട്ട് 2025 ഓഗസ്റ്റ് 31 28 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. നിലവിലെ ബ്രിട്ടീഷ് രാജാവായ ചാൾസ് മൂന്നാമന്റെ ആദ്യ ഭാര്യയായിരുന്നു പ്രിൻസസ് ഓഫ് വെയിൽസ് എന്നറിയപ്പെട്ടിരുന്ന ഡയാന രാജകുമാരി. ജീവിച്ചിരുന്നപ്പോൾ എന്ന പോലെ തന്നെ മരണാനന്തരവും ഡയാനയുടെ വിസ്മയകരമായ വ്യക്തിത്വവും ജീവിത രീതികളും ഏവരെയും ആകർഷിക്കുന്നു. ഇപ്പോഴിതാ ഡയാനയുമായി ബന്ധപ്പെട്ട ഒരു പേടകമാണ് വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നത്. 1990 ഗോഷ് എന്നറിയപ്പെടുന്ന ലണ്ടനിലെ പ്രശസ്തമായ ഗ്രേറ്റ് ഓർമണ്ട് സ്ട്രീറ്റ് ഹോസ്പിറ്റലിൽ പുതിയൊരു കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനത്തോടനുബന്ധിച്ച് ഡയാന അക്കാലത്ത് പ്രചാരത്തിലിരുന്ന ചില വസ്തുക്കൾ അടങ്ങുന്ന ഒരു ടൈം ക്യാപ്സ്യൂൾ അവിടെ സ്ഥാപിക്കുകയുണ്ടായി. മരം കൊണ്ടുള്ളതും ലിഡ് ഷീറ്റിനാൽ പൊതിഞ്ഞതുമായ ഒരു പെട്ടിയാണ് ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനത്തോടനുബന്ധിച്ച് കെട്ടിടത്തിന്റെ അടിസ്ഥാന ശില വയ്ക്കുന്ന ഭാഗത്തായി നിക്ഷേപിച്ചത്. ആ ടൈം ക്യാപ്സ്യൂൾ നിക്ഷേപിക്കപ്പെടുന്ന അവസരത്തിൽ 100 വർഷങ്ങൾ കഴിഞ്ഞു മാത്രം അത് പുറത്തെടുത്ത് തുറക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഗോഷിൽ കുട്ടികൾക്കായി പുതിയൊരു ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രസ്തുത ടൈം ക്യാപ്സ്യൂൾ നിക്ഷേപിക്കപ്പെട്ട ഏരിയ കേന്ദ്രീകരിച്ച് നടക്കുന്നതിനാലാണ് അത് സ്ഥാപിക്കപ്പെട്ട് 35 വർഷങ്ങൾക്ക് ശേഷം 2025 ഓഗസ്റ്റ് 27 പുറത്തെടുത്തിരിക്കുന്നത്. 1989 മുതൽ ഗ്രേറ്റ് ഓർമണ്ട് സ്ട്രീറ്റ് ഹോസ്പിറ്റൽ പ്രസിഡന്റായിരുന്നു ഡയാന. 1990കളിലെ സാംസ്കാരികവും സാങ്കേതികപരവുമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന വസ്തുക്കളാണ് ആ ടൈം ക്യാപ്സ്യൂളിനുള്ളിൽ ഉണ്ടായിരുന്നത്. 1990 പുറത്തിറങ്ങിയ കൈലി മിനോഗിന്റെ റിതം ഓഫ് ലവ് എന്ന ആൽബത്തിന്റെ ഒരു CD, ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു പോക്കറ്റ് TV, സോളാർ കാൽക്കുലേറ്റർ, ഹോളോഗ്രാം സ്നോഫ്ലേക്ക്, ഏതാനും ബ്രിട്ടീഷ് നാണയങ്ങൾ, ബ്രിട്ടീഷ് രാജവംശത്തിന്റെ മേൽനോട്ടത്തിലുള്ള ക്യൂ ഗാർഡനിൽ നിന്നുള്ള 5 വ്യത്യസ്ത തരം വൃക്ഷവിത്തുകൾ, റീസൈക്കിൾഡ് പേപ്പർ ഷീറ്റ്, ഒരു യൂറോപ്യൻ പാസ്പോർട്ട്, ഡയാന രാജകുമാരിയുടെ ഒരു ഫോട്ടോ, ഹോസ്പിറ്റലിന്റെ പുതിയ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനത്തിന്റെ അന്ന് പുറത്തിറങ്ങിയ ദ ടൈംസ് പത്രത്തിന്റെ ഒരു കോപ്പി, 2 കുട്ടികൾ എഴുതിയ കത്തുകൾ എന്നിവയാണ് ആ പെട്ടിയിൽ നിന്നും കണ്ടെടുത്തത്. ഈ പെട്ടി തുറക്കുന്നതിനായി BBC-യുടെ ബ്ലൂ പീറ്റർ എന്ന കുട്ടികളുടെ പരിപാടിയിലൂടെ നടത്തിയ ദേശീയ മത്സരത്തിൽ നിന്നും 2 കുട്ടികളെ തിരഞ്ഞെടുക്കുകയുണ്ടായി. 11 വയസ്സുകാരനായ ഡേവിഡ് വാട്സൺ, 9 വയസ്സുകാരിയായ സിൽവിയ ഫൗൾസ് എന്നീ കുട്ടികളാണ് ടൈം ക്യാപ്സ്യൂൾ പേടകം തുറന്നത്. അത് ഒരു തലമുറയുടെ ഓർമ്മകളെ വീണ്ടും സ്പർശിക്കുന്നതുപോലെ ഏറെ വികാരഭരിതമായ അനുഭവമായിരുന്നു. ഡയാന രാജകുമാരി സ്ഥാപിച്ച ടൈം ക്യാപ്സ്യൂൾ പേടകം തുറന്നതിനെ കുറിച്ച് നിലവിലെ ഗോഷ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജേസൺ ഡോസൺ പറഞ്ഞു. 1872 അലക്സാണ്ട്ര രാജകുമാരി ഇതേ ഹോസ്പിറ്റലിൽ ഒരു ടൈം ക്യാപ്സ്യൂൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ അത് ഇതുവരെയും തുറന്നിട്ടില്ല. ഡയാന രാജകുമാരി സ്ഥാപിച്ച ടൈം ക്യാപ്സ്യൂൾ ആ കാലഘട്ടത്തെയും ഒപ്പം വിശ്വപ്രശസ്തയായ ആ രാജകുമാരിയുടെ ഓർമ്മകളെയും വീണ്ടും വിളിച്ചുണർത്തിയിരിക്കുകയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.